ഹായ് ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്നത് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മഞ്ഞളിൻ്റെ വീഡിയോ കേട്ടോ, പച്ച മഞ്ഞളിൻ്റെ വീഡിയോ. ആ പച്ച മഞ്ഞളിൻ്റെ വേറൊരു മഞ്ഞളാണ് കേട്ടത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു മഞ്ഞളിന് നമ്മൾ തള്ള മഞ്ഞൾ എന്നട്ട പറയുക. ആ ഒരു അതിൻ്റെ കുട്ടിയും പിന്നെ ഇതൊരു തള്ള കേട്ടോ. അപ്പോൾ ഈ ഒരു മഞ്ഞൾ നമ്മൾ വേറെ ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വേറെ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അതാണ് ഇത് നന്നാക്കി എടുത്താണ്ടത്, വെറും ഇതിൻ്റെ നാരും ഇതൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു മഞ്ഞളിൽ നിന്ന് അത് നേരേക്ക് എടുത്താണ്. ഈ ഒരു മഞ്ഞൾ നമ്മളിതിൻ്റെ നാരും ഇതൊക്കെ നമുക്ക് എങ്ങനെ എത്ര വൃത്തിയാവണോ അത്രയും വൃത്തിയാക്കി എടുക്കേണ്ടത്. അതിന് ശേഷം നമ്മളിത് വേവിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ഇത് ഉപ്പിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഉരുള് കുത്തില്ല, ഉരുള് പൊടി ഉണ്ടാവുമല്ലോ, അത് കുത്തില്ല എന്ന് പറയട്ടെ. അപ്പോൾ അത് ഉപ്പിട്ടിട്ട് വേവിക്കാനാണ്. ഇത് നമ്മൾ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു മഞ്ഞൾ നമ്മൾ വേറെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ മറ്റേ കുട്ടി മഞ്ഞളൊക്കെ നമ്മൾ വേവിച്ച് ഉണക്കേണ്ട വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ കടയിൽ കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ ഒരു മഞ്ഞൾ നമ്മൾക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മളിത് വേവിച്ച് ഉണക്കി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഉരസിയ നമ്മൾക്ക് ടെറസിൻ്റെ മുകളിലൊക്കെ നല്ല ഉര ഉണ്ടാവുമല്ലോ, ഉരയിൽ ഇങ്ങനെ ഉരಸಿ കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ തൊലിയൊക്കെ പൂട്ടോ. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള മഞ്ഞൾ കിട്ടും. ഇനി നമുക്കിത് വേവിക്കാതെ തന്നെ നേരെ വെയിലത്ത് കൊണ്ടിട്ടിട്ട് കഷ്ണം ചെറുതാക്കി അരിഞ്ഞ ശേഷം നമുക്ക് നേരെ ഇങ്ങനെ വേവിക്കാതെ ഉണക്കിയെടുക്കാം കേട്ടോ. അതും നമുക്ക് നല്ലതാണ്. അതിന് കളർ കൂട്ടും, മഞ്ഞ കളർ, നല്ലൊരു മഞ്ഞ കളർ കിട്ടും. ഇത് മറ്റേതൊരു ഇളം ഓറഞ്ച് മഞ്ഞ കൂടിയുള്ള കളറായിട്ട് കിട്ടുക. ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നന്നാക്കി എടുക്കണം കേട്ടോ ഈ ഒരു മഞ്ഞളൊക്കെ. അപ്പോൾ ഇതാണ് തള്ള മഞ്ഞളും കുട്ടി മഞ്ഞളും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. പിന്നെ അതൊരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.